സ്വാമിജി ഞങ്ങളിവിടെ ഇന്നലെ എത്തിച്ചേർന്നു. രാത്രി സുഖമായിട്ട് തങ്ങി. സ്വാമിജിയുടെ ആതിഥ്യം, സ്വാമിജിയുടെ ദഹനം. ഞങ്ങളിന്ന് ഇറങ്ങുകയാണ്. ഇത് നീലഗിരിയിൽ നടക്കു കുഞ്ഞുങ്ങളെ, അവരധികം വരട്ടെ. നീലഗിരി ഡിസ്ട്രിക്റ്റിൽ ഊട്ടിക്ക് അടുത്ത് തന്നെ എന്ന് പറയാം, അല്ലെങ്കിൽ സുൽത്താൻ ബത്തേരിക്കും ഊട്ടിക്കും ഇടയിൽ ഉള്ള സ്വാമിയാർ മല. ഇവിടെ വന്ന് ഞങ്ങൾ ഇന്നലെ എത്തിച്ചേർന്നു. ഇന്ന് തിരിച്ചിറങ്ങുകയാണ്. ഇന്നലെ കയറുന്ന സമയത്ത് വീഡിയോ എടുക്കണമെന്ന് ആദ്യം വിചാരിച്ചിരുന്നു. പക്ഷേ എളുപ്പമല്ല. ഞങ്ങളുടെ കിതപ്പും ഈ വീഡിയോയുടെ ലെങ്ത്തും ഇടയ്ക്കിടയ്ക്കുള്ള നിന്നുകൊണ്ടുള്ള വിശ്രമവും എല്ലാം ചേർന്ന് എളുപ്പമല്ല. അതുകൊണ്ട് ഇന്നലെ എടുത്തില്ല. ഇന്നിപ്പോൾ കുഴപ്പമില്ലല്ലോ, ഇറങ്ങുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പതുക്കെ വീഡിയോ എടുക്കാമെന്ന് വെച്ചാണ്. എന്നാൽ തന്നെ വഴി നല്ലോണം ശ്രദ്ധിക്കണം. ഇടയ്ക്ക് ആന ഇറങ്ങിയിട്ടൊക്കെ പൊടിമണ്ണായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഇവിടെ ഇല്ല, കുറച്ചുകൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ പൊടിമണ്ണായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ചെരുപ്പിൻ്റെ ഗ്രിപ്പും എല്ലാം കൂടി നല്ല രസമുണ്ടാവും. എന്തായാലും നോക്കട്ടെ, അതൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങാൻ നോക്കട്ടെ. അഡ്വഞ്ചറസ് ആയിട്ടുള്ള വഴിയാണ്. നടക്കും മക്കളെ. നിങ്ങളെന്താ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പുല്ല് തിന്നണ? നടക്കട. നടക്കണ്ടേ ഈ വഴിയിൽ നിൽക്കാണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. അതല്ലേ ഇതിൻ്റെ രസം. വഴിക്ക് വീഴരുതേ. അതാണ് ഓരോ സ്റ്റെപ്പും പതുക്കെ പതുക്കെ എടുത്ത് വെച്ച് വരണം. അതാണ് ഇതിൻ്റെയൊക്കെ രസം. ചിരിക്കേണ്ട, ചെറിയൊക്കെ ഇപ്പം തീരും. വഴിക്ക് വീഴുന്നുണ്ടെങ്കിൽ എൻ്റെ മുമ്പിൽ നടന്നു, എന്നാൽ വീഡിയോയിൽ വരും വഴിക്ക് വീഴണത്. എൻ്റെ കാലുമ്പിൽ ചെരുപ്പുമ്പോൾ ചവിട്ടിയവൻ. ഈ സൈഡിൽ കൂടെ പറഞ്ഞു കേട്ടോ, സൈഡിൽ കൂടെ. അമ്മോ, ആ പതുക്കെ ഇങ്ങോട്ട് പോരെ. ഞാൻ ഇവിടെ ഉണ്ട്, വഴിയൊന്നുമില്ല. നീ കയറണ പോലെ അത്ര പ്രശ്നമില്ല. ഇറങ്ങുമ്പോൾ കിതക്കില്ലല്ലോ. അതെ, ഈ വളവുകൾ വരുമ്പോഴും ഇറക്കത്തിൽ ആന ഇറങ്ങിയ സ്ഥലങ്ങൾ വരുമ്പോഴാണ് പ്രശ്നം. ഇത് തേയിലക്കാടുകളാണ്. ഇവിടെയൊക്കെ ഇതാ ഈ കാണുന്ന ചെടിയൊക്കെ തേയിലയാണ്. കുറേ കാലമായിട്ട് താഴെയുള്ള തേയില മാത്രം ആണ് എസ്റ്റേറ്റായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. മുകളിലേക്കുള്ള ഏരിയ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് വിട്ടു കൊടുത്തു അത്രേ അതിൻ്റെ മുതലാളിമാർ. ആരാന്നറിയില്ല, ആരായാലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് വിട്ടു കൊടുത്തു. അതുകൊണ്ട് പിന്നെ ഇവിടെ നിന്നും തേയിലകളൊന്നും ഇല്ലാതായി, എല്ലാം വലുതായി കാടായി. ഈ കാണുന്നതൊക്കെ തേയില ചെടികളാണ്. അത് വളരെ കാലമായിട്ട് യൂസ് ചെയ്യാതെ വളർന്ന് കാടായതാണ്. അതിനിടയിലൂടെയാണ് നടക്കേണ്ടത്. ഈ കാട് വന്നതുകൊണ്ട് പൊതുവേ നമുക്ക് ഭയം തോന്നും. ദേ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഇറക്കം നോക്കൂ. ഈ മണ്ണിലൂടെ, പൊടിമണ്ണിലൂടെ വേണം ഇനി ഇറങ്ങി പോകാനായിട്ട്. ഇവിടെയൊക്കെ ഈ ഇത് കണ്ടില്ലേ, ഇങ്ങനത്തെ സ്ഥലങ്ങൾ കണ്ടില്ലേ, ആന കാല് വെച്ച് ഇടിച്ചിട്ടുള്ളതാണ്. അല്ലാണ്ട് ഇതിവിടെ ആരും കൈക്കോട്ടോണ്ട് കിളച്ചിട്ട് ഇങ്ങനെ ആക്കിയതല്ല. ഈ ചുവന്ന മണ്ണായിട്ട് കാണുന്ന ആന ഇടിച്ചിറങ്ങിയിട്ടുള്ളതാണ്. തൽക്കാലം വീഡിയോ കട്ട് ചെയ്യട്ടെ, ഇനി താഴെ ചെന്നിട്ട് എടുക്കാം.